വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം തിരികെ കിട്ടി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് ആയിരങ്ങളാണ്. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ സകലതും മണ്ണെടുത്തു. ഇനി എന്ത് എന്ന ചോദ്യങ്ങളുമായാണ് ഇവിടുള്ളവർ മുന്നോട്ട് കഴിഞ്ഞു പോകുന്നത്. ഇതിനിടയിലാണ് ബ്ലേഡ് കമ്പനികളുടെ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം. സംഭവം വിവാദമായതോടെ നിരവധി പേർ ഫിനാൻസ് കമ്പനികളുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ക്യാമ്പിൽ കഴിയുന്നതിനിടെയാണ് ഒരാളുടെ ഫോണിലേക്ക് EMI തുക അടക്കാൻ ആവശ്യപ്പെട്ട് വിളി വന്നത്. തന്നെ ബന്ധപ്പെട്ട പണമിടപാട് സ്ഥാപനം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചെന്നും ഉണ്ടെങ്കിൽ EMI തുക അടക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ക്യാമ്പിൽ കഴിയുന്ന ഒരാൾ പരാതിപ്പെടുന്നു. താൻ EMI എടുത്തിരുന്നുവെന്നും ഇപ്പോൾ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വിളിക്കുകയും നിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ആദ്യം ചോദിക്കുകയും ചെയ്തു. സുരക്ഷിതരാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ EMI പെൻഡിംഗ് ആണെന്നും അത് അടക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. എങ്ങനെയെങ്കിലും പൈസ അടക്കണം, ഇല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആകുമെന്നും തുടർന്ന് പറഞ്ഞു. കടം വാങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, എപ്പോഴാണേലും അടച്ചോളാം. ഭക്ഷണം വേണോ എന്ന് ചോദിച്ചല്ല ആരും വിളിച്ചത്. ഈ ദുരന്തമുഖത്തിരിക്കുന്ന ഒരാളെ വിളിച്ചു ചോദിക്കാനുള്ള ചോദ്യമല്ല ഇത്. ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ പണമടക്കുമെന്ന് കേൾക്കുമ്പോഴുള്ള മാനസികാവസ്ഥ വല്ലാത്തതാണെന്നും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണെന്നും പരാതിക്കാരൻ പ്രതികരിച്ചു. ദുരന്തത്തിൽ വീടും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട മാനസികമായി തകർന്നിരിക്കുന്നയാളെ വിളിച്ചാണ് EMI തുക ആവശ്യപ്പെട്ടത്. കേരളത്തിലെ പ്രമുഖ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നുമാണ് EMI തുക ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടതെന്നാണ് വിവരം.